മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തതിന് യുവാവിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് 32-കാരൻ പ്രജി. ഒരാൾ പിടിയിൽ. കൊലയാളി സംഘത്തിലെ 5 പേർക്കായി അന്വേഷണം ഊർജിതം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 95 പേർ മരിച്ചു. ഭോട്ടെക്കോശി, തൃശൂലി നദികൾ കരകവിഞ്ഞതോടെ വ്യാപക നാശനഷ്ടം. 133 ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പാലവും കെട്ടിടങ്ങളും പ്രദേശത്ത് കുടുങ്ങിയ 36-അംഗ മലയാളി സംഘം സുരക്ഷിതർ. ജീവൻ രക്ഷാ മരുന്നുകളടക്കം അടിയന്തര സഹായം അയച്ച് ഇന്ത്യ. ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രളയ മുന്നറിയിപ്പ്. ഓണം തിമിർത്താഘോഷിച്ച് മലയാളികൾ. ഓണക്കോടിയുടുത്ത് പൂക്കളമൊരുക്കി പരസ്പരം ആശംസ കൈമാറി ഗംഭീര ആഘോഷം. വീടുകളിൽ ഒത്തുകൂടലിന്റെ ആവേശം. ഇത് എനിക്ക് എറണാകുളത്ത് നിന്ന് വന്നോണ്ട് ഇതൊരു ഭയങ്കര പുതുമയാണ്, നല്ല രസമാണ്. തിരുവനന്തപുരം കരയായതുകൊണ്ട് തിരുവനന്തപുരം വൈബ് സൂപ്പറാണ്. ഓണാശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. തിരുവോണദിനത്തിൽ സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 മരണം. പത്തനംതിട്ടയിൽ കാർ വഴിയാത്രക്കാരിലേക്ക് പാഞ്ഞുകയറി ഒരാൾക്ക് ദാരുണാന്ത്യം. കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്ന് സംശയം. കാസർഗോഡ് ബന്ദിയോടിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രോഗി മരിച്ചു. തൃശൂർ ചേലക്കരയിൽ പാൽലോറി ചായക്കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് ദാരുണാന്ത്യം. പയ്യന്നൂർ പെരുമ്പയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കാൽനട യാത്രക്കാരനായ യുവാവിന് ജീവൻ നഷ്ടമായി. തിരുവോണനാളിൽ ഡോക്ടേഴ്സ് ഒന്നിച്ച് അവധിയെടുത്തു. പാലക്കാട് അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3.5 വയസ്സുകാരന് ചികിത്സ വൈകിയെന്ന് പരാതി. മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് ഡ്രൈവറും ഉണ്ടായില്ല. അപസ്മാരത്തെ തുടർന്നെത്തിയ കുട്ടിക്ക് ചികിത്സ വൈകിയത് 2 മണിക്കൂറോളം. പാലക്കാട് റെയിൽവേ വിഭജനത്തിനെതിരെ തിരുവോണ ദിനത്തിൽ സത്യാഗ്രഹമിരുന്ന UDF എംപിമാർ. ഇരുട്ടിന്റെ മറവിലാണ് കേന്ദ്ര നീക്കമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേന്ദ്ര ഇടപെടൽ കർണാടക BJP ലോബിക്ക് വേണ്ടിയെന്ന ആരോപണം കടുപ്പിച്ച് എംപിമാർ. ഇന്നത്തെ ദിവസം ഇങ്ങനൊരു സമരം എന്നുള്ളത് കൃത്യവും ശക്തവുമായിട്ടുള്ള ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങളുടേത് ഈ തീരുമാനമെടുത്തവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പോയിന്റിൽ തന്നെയാണ് തീരുമാനിച്ചത്. സമരം ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരവുമായി PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ ഉൾപ്പെടെ സംഘടനകൾ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPIM-ഉം CPI-യും പരസ്യപ്പോരിലേക്ക്. പിണറായി വിജയനെതിരെയുള്ള പ്രസ്താവനയ്ക്കെതിരെ CPIM-ന്റെ രൂക്ഷ പ്രതികരണം. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. 5000 വോട്ടെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPIക്ക് കിട്ടുന്ന മണ്ഡലമുണ്ടോയെന്നും പരിഹാസം. മുന്നണിയിലെ പ്രബല പാർട്ടികളുടെ തമ്മിൽ തല്ലിൽ ആടിയുലഞ്ഞ് പ്രതിപക്ഷം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ അന്തരിച്ചു. അന്ത്യം ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ. PH കുര്യൻ വിവിധ വകുപ്പുകളിൽ ശ്രദ്ധേയമായി മാറ്റം കൊണ്ടുവന്ന IAS ഉദ്യോഗസ്ഥൻ. സംസ്കാരം ശനിയാഴ്ച ജന്മദേശമായ പാമ്പാടിയിൽ. What a shot to play! Down the wicket. Given, Saransh Jain. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയത്തിനരികെ ഇന്ത്യ. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കിയ ശ്രീലങ്കയുടെ ലീഡ് 16 റൺസ് മാത്രം. 2ാം ഇന്നിംഗ്സിലും തകർച്ച നേരിട്ട ആതിഥേയർ 4ാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 6-ന് 229 റൺസ് എന്ന നിലയിൽ. മാനവ് സുധാറിന് 2 വിക്കറ്റ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരണം 98ആയി. കാണാതായ 384 വിനോദസഞ്ചാരികളിൽ 133 പേർ ഇന്ത്യക്കാരാണ്.
പ്രദേശത്ത് കുടുങ്ങിയ 36-അംഗ മലയാളി സംഘം സുരക്ഷിതരാണ്. ഭൂചലനത്തെ തുടർന്ന് മഞ്ഞുമലയും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് പ്രളയത്തിന് കാരണമെന്നാണ് നിഗമനം. നേപ്പാളിലെ റസുവ ജില്ലയിൽ ബോട്ടെ കോശി, തൃശൂലി നദികളിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ നുവാകോട്ട്, ദാഡിംഗ് ജില്ലകളിൽ വൻ നാശനഷ്ടമുണ്ടായി. ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലത്തെ മിന്നൽ പ്രളയത്തിൽ പ്രദേശത്തെ മാർക്കറ്റും പാലവുമടക്കം ഒലിച്ചുപോയി. 19 പാലങ്ങളും 40 കിലോമീറ്റർ റോഡും പ്രളയത്തിൽ തകർന്നു. സൈന്യത്തിന്റെ അടക്കം നേതൃത്വത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 36 പേരടങ്ങുന്ന മലയാളി സംഘം സുരക്ഷിതരാണ്. എറണാകുളത്തെ ട്രാവൽ ഹബ് 24 എന്ന ഏജൻസി വഴി നേപ്പാളിലെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ടിബറ്റൻ മേഖലയിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് മഞ്ഞുമലയും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് നിഗമനം. വെള്ളപ്പൊക്ക സാധ്യതയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ വീണ്ടും പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി വ്യോമസേനാ വിമാനം C-13-0J നേപ്പാളിലേക്ക് പുറപ്പെട്ടു. അടിയന്തര സഹായത്തിന് നോർക്കെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. 24 ഡൽഹി. പൊന്നോണം ആഘോഷിച്ച് മലയാളികൾ. മനസ്സിൽ നന്മയുടെ വർണ്ണപ്പൂക്കളം തീർത്ത് തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. കോടിയുടുത്തും പൂക്കളം തീർത്തും സദ്യയുണ്ടും ആശംസ കൈമാറിയും മലയാളികൾ ഉള്ളിടത്തെല്ലാം ആഘോഷം പൊടിപൊടിച്ചു. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കി വീണ്ടും പൊന്നോണമെത്തി. സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം. മനസ്സുകളിൽ സന്തോഷപ്പൂക്കളം നിറയുകയാണ്. തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം, ചിങ്ങപ്പൂക്കുട ചൂടി വന്നേ പൊന്നോണം തിരുവോണം. ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരുക്കം. ഓട്ടപ്പാച്ചിലുകൾ മുറ്റത്ത് പൂക്കളമായി ഒരുങ്ങി. പലതരം രുചികൾ വിഭവസമൃദ്ധമായ സദ്യയായി നിറഞ്ഞു. പൊലിമയേകാൻ പായസത്തിന്റെ മധുരക്കൂട്ടും. വീട്ടകങ്ങളിൽ ഓണക്കോടിയുടെ പുതുമണം. അല്ലലുകളും മുറിവുകളും മായ്ക്കുന്ന ഓണക്കളികളുടെ ആവേശം. പാരമ്പര്യത്തിന്റെയും കീഴ്വഴക്കങ്ങളുടെയും പെരുമ പേറുന്ന ഇടങ്ങളിൽ തിരുവോണത്തിന്റെ പ്രൗഢി നിറഞ്ഞു. ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ തിരക്ക്. ഓണത്തിന് നാട്ടിലെത്താൻ കഴിയാത്തവർക്ക് മറുനാട്ടിലാണ് ഓണം. ആഘോഷത്തിന് പൊലിമ കൂടും. ചമ്പക്കുളം പള്ളിക്കുന്നു വള്ളംകളി പെരുന്നാള്, കാവിലമ്മയ്ക്കുന്നു രാത്രി ഗരുഡൻ തൂക്കം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ന്യൂസ് ഡെസ്ക് 24. മറുനാട്ടിലും ഓണം കെങ്കേമമാക്കി മലയാളികൾ. പ്രവാസി മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. മാവേലി നാട്ടിൽ നിന്ന് കാതങ്ങൾ അകലെയാണെങ്കിലും ഓണത്തിന് മലയാളികളെല്ലാം ഒരേ മൂഡിലാണ്. പൂക്കളങ്ങളൊരുക്കിയും സദ്യ തയ്യാറാക്കിയും പായസം രുചിച്ചും വിദേശ മണ്ണിലും തിരുവോണം പൊടിപൊടിക്കുകയാണ്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഗൾഫിൽ ഓണാഘോഷം. തിരുവാതിരയും വടംവലിയും ഓണക്കളികളുമെല്ലാം ഓണാഘോഷത്തിന് ആവേശം ഇരട്ടിയാക്കുന്നു. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിലും മാവേലി ഇറങ്ങി. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ടൈംസ് സ്ക്വയറിൽ ബിൽബോർഡുകളിൽ ഓണ വിളംബരം പ്രദർശിപ്പിച്ചു.
കൗതുകത്തോടെയാണ് അമേരിക്കക്കാർ അടക്കമുള്ളവർ കേരളത്തിന്റെ സ്വന്തം മാവേലിയെ കണ്ടത്. ക്യൂബയിലെ ഗോണ്ടനാമോയിലെ അമേരിക്കൻ സൈനിക താവളത്തിലെ മലയാളികളും കേരളക്കരയ്ക്കൊപ്പം പൊന്നോണത്തെ വരവേറ്റു. ന്യൂസ് ഡെസ്ക് 24. പത്തനംതിട്ടയിൽ ഓണാഘോഷ പരിപാടിക്കിടെ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ദീപുവിനാണ് വെട്ടേറ്റത്. പത്തനംതിട്ടയിലാണ് ഓണ ആഘോഷത്തിനിടെ ഈ ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ വരുന്നത്. എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, എന്താണ് ആക്രമണത്തിലേക്ക് നയിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? അസിത, കോന്നി അട്ടച്ചാക്കൽ കൊല്ലേത്ത് എന്ന സ്ഥലത്ത് കുട്ടികളുടെ ഓണാഘോഷ പരിപാടി നടക്കുന്നതിനിടയിലാണ് വെട്ടുണ്ടായിരുന്നത്. ചെറിയൊരു വാക്കുതർക്കമാണ് വെട്ടിൽ കലാശം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൊല്ലേത്ത് മണ്ണ് സ്വദേശിയായ ദീപു 42 വയസ്സ് എന്നയാൾക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ദിഖ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലതു കൈക്കും നെഞ്ചിനോട് ചേർന്ന് ഷോൾഡറിനുമാണ് വെട്ടേറ്റിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ദീപുവിനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ചികിത്സ നൽകിയ ശേഷം ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിഭജനത്തിനെതിരെ തിരുവോണനാളിൽ UDF എംപിമാരുടെ സത്യഗ്രഹം. പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളും അണിനിരന്നു. ഇരുട്ടിന്റെ മറവിലാണ് പാലക്കാട് ഡിവിഷൻ വിഭജിച്ചതെന്ന് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത മന്ത്രി സണ്ണി ജോസഫ് വിമർശിച്ചു. ഡൽഹി കേന്ദ്രീകരിച്ച് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് എംപിമാർ വ്യക്തമാക്കി. റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ രോഷം ശക്തമാകുന്നതിനിടെയാണ് തിരുവോണനാളിൽ UDF പ്രതിഷേധം. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്ന് സണ്ണി ജോസഫ്. ഈ അന്യായത്തിനെതിരെയുള്ള പോരാട്ടം എംപിമാര് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് തിരുവോണത്തിന്റെ പ്രത്യേകത ഓണസദ്യയാണ്. ഇത് എംപിമാരുടെ മാത്രം സമരമാണ്. എന്നാൽ ഈ സമരത്തിന്റെ കൂടെ കേരളത്തിന്റെ ജനമനസാക്ഷി പൂർണ്ണമായിട്ടുമുണ്ട്. അത്രയും ന്യായയുക്തമാണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് എംപിമാർ. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തെ തുരങ്കം വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ നീക്കത്തിനെതിരായിട്ടുള്ള സമരമാണ്. ഞങ്ങൾ ആഘോഷങ്ങൾ മാറ്റിവെച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒത്തുചേരലായി മാറ്റി ഈ സമരം തുടർന്ന് മുന്നോട്ട് പോകും. ഒരു ശക്തമായിട്ടുള്ള സന്ദേശം ഈ തീരുമാനമെടുത്തവർക്ക് നൽകുക എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് തിരുവോണ ദിവസമായിട്ട് പോലും ഇങ്ങനെ ഒരു സമരം. ഈ സമരം പക്ഷേ ഇതിന്റെ ഒരു ഒടുക്കമല്ല, ഈ സമരം ഇതിന്റെ തുടക്കമാണ്. റെയിൽവേ വികസനത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നുകാട്ടുകയാണ് സമരത്തിന്റെ ലക്ഷ്യം. മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റി മൈസൂരു ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്നതോടെ പാലക്കാട് ഡിവിഷന് വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് പ്രധാന ആശങ്ക. മന്ത്രി KA തുളസി, എംപിമാരായ K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, ET മുഹമ്മദ് ബഷീർ, ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, MK രാഘവൻ, രമേശ് പിഷാരടി MLA തുടങ്ങിയവരും പങ്കെടുത്തു. 24 പാലക്കാട്. സംസ്ഥാനത്ത് ഇന്ന് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 മരണം സംഭവിച്ചു. തൃശൂർ ചേലക്കാട് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി 2 പേരാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിലും കാസർഗോഡ് ബന്ദിയോടിയിലും വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു ചേലക്കര ചേലക്കോട് അപകടം. നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ബസ് കാത്ത് സമീപത്തെ കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. പാൽ കയറ്റി വന്ന വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് ബന്ദിയോടിയിൽ നിയന്ത്രണം വിട്ട് ആംബുലൻസ് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. ആംബുലൻസിലുണ്ടായിരുന്ന KSEBയിലെ കരാറുകാരനായ അടുക്കയിലെ അശോകൻ എന്ന 41കാരനാണ് ജീവൻ നഷ്ടമായത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പയ്യന്നൂർ പെരുമ്പയിൽ അമിതവേഗത്തിലെത്തിയ കാറടിച്ചാണ് യുവാവ് മരിച്ചത്. മയ്യിൽ നിരത്തുംപാലം സ്വദേശി ഷാഹിദ് നാട്ടിൽ ഓണാവധിക്ക് വന്നതായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന തിരുവട്ടൂർ സ്വദേശി ഷിബിലിന് ഗുരുതര പരിക്കേറ്റു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ കാൽനടയാത്രക്കാരിലേക്ക് ഇടിച്ചു കയറി മുൻ ഫയർഫോഴ്സ് ജീവനക്കാരൻ അബു മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക് 24. മലപ്പുറം വെട്ടത്തൂരിൽ ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. കോഴിഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഷോക്കേറ്റത് പന്നിക്കണിയിൽ നിന്നാണോ എന്ന സംശയം നാട്ടുകാർ പങ്കുവച്ചതിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മേലാറ്റൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. രാത്രി വൈകിയും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. വൈകിട്ട് തിരുവനന്തപുരത്തെ മുട്ടടയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടക്കും. 2018 മഹാപ്രളയകാലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിച്ചാണ് PH കുര്യൻ മലയാളികൾക്ക് മുന്നിൽ ഹീറോ ആയത്. 1986 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ PH കുര്യൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി പദവികളിൽ സേവനമനുഷ്ഠിച്ചു. ഭരണപരിചയവും മികച്ച നേതൃപാഠവുമാണ് PH കുര്യനെ എന്നും കേരളത്തിന്റെ ഭരണരംഗത്ത് വ്യത്യസ്തനാക്കിയത്. 1959 ജനുവരി 20 കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ് PH കുര്യന്റെ ജനനം. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിനും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ 3 വർഷത്തെ ഗവേഷണത്തിനും ശേഷം 1986 PH കുര്യൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൽ ചേർന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജില്ലാ കളക്ടർ, ലേബർ കമ്മീഷണർ, പ്രോജക്ട് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി തുടങ്ങി വിവിധ പദവികളിൽ PH കുര്യൻ സേവനമനുഷ്ഠിച്ചു. 2009-12 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പേറ്റന്റ്സ്, ഡിസൈനുകൾ, ട്രേഡ് മാർക്സ് എന്നിവയുടെ കൺട്രോളർ ജനറലായി. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അനുമതി നൽകിയ തീരുമാനം ആഗോളതലത്തിൽ തന്നെ വലിയ വിപ്ലവമുണ്ടാക്കി. കേരള സർക്കാരിന്റെ വിവരസാങ്കേതിക വ്യവസായ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ ഭരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പ്രധാന പങ്കുവഹിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യത ഉറപ്പാക്കാനായി രൂപീകരിച്ച കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രഥമ ചെയർമാനായും നിയമിതനായി. 2018 നൂറ്റാണ്ടിന്റെ മഹാപ്രളയകാലത്ത് കേരളത്തിന്റെ റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന റിലീഫ് കമ്മീഷണറുമായിരുന്നു. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, NDRF എന്നീ കേന്ദ്ര ഏജൻസികളെയും സംസ്ഥാന പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും ഒരൊറ്റ ശൃംഖലയിൽ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നിയന്ത്രിച്ചത് PH കുര്യന്റെ ഭരണപരമായ മികവിന് ഉദാഹരണമായി. പ്രളയത്തിൽ ഔദ്യോഗിക രക്ഷാസേനകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് ബോട്ടുമായി ഇറങ്ങാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ച PH കുര്യൻ അവരുടെ സേവനം ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന് വിശേഷിപ്പിച്ചതും കുര്യനായിരുന്നു. 2018 ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായും PH കുര്യൻ സേവനമനുഷ്ഠിച്ചു. റിസർച്ച് ഡെസ്ക് 24. അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ വൈകിയെന്ന് പരാതി. അപസ്മാരം ബാധിച്ച 3.5 വയസ്സുകാരന് ചികിത്സ ലഭിച്ചത് 2 മണിക്കൂറോളം കഴിഞ്ഞാണ്. ആശുപത്രിയിൽ ഡോക്ടറോ ആംബുലൻസ് ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. ചികിത്സ നൽകാൻ ഡോക്ടറില്ല. അടിയന്തരമായി രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് ഉണ്ടെങ്കിലും ഡ്രൈവറില്ല. അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ തിരുവോണനാളിലെ സ്ഥിതിയാണ് ഇത്. അപസ്മാരത്തെ തുടർന്നാണ് ഷോളയൂർ സ്വദേശികളായ സന്തോഷ്, അക്സ ദമ്പതികളുടെ 3.5 വയസ്സുകാരനെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഡോക്ടർ ഇല്ലാത്തതിനാൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആംബുലൻസ് ഡ്രൈവറില്ല. ഒടുവിൽ കോട്ടത്തറയിൽ നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് കുട്ടിയെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും 2 മണിക്കൂർ പിന്നിട്ടിരുന്നു. എൻ്റെ കൊച്ചിനെ ഒരു 9:30 ആയപ്പോൾ ഫിക്സ് വന്നിട്ട് നമ്മൾ ഷോളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറില്ല. ഒരു ഡ്യൂട്ടി നേഴ്സും ഒരു അറ്റൻഡറും മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇന്നലെ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയിരിക്കണം. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് കോട്ടത്തറ ആശുപത്രി ഏറ്റെടുത്ത് അവിടെ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഡ്രൈവർ 1.5 ആഴ്ചയായിട്ട് കാലിന് പരിക്ക് പറ്റി കിടക്കുക. പകരം ഡ്രൈവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. കോട്ടത്തറയിൽ നിന്ന് ആംബുലൻസ് എത്തിയിട്ടാണ് അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓണാവധി മൂലം ഇന്നലെ ഉച്ച മുതൽ തന്നെ ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലായിരുന്നുവെന്നാണ് പരാതി. ഡോക്ടേഴ്സ് കൂട്ടത്തോടെ അവധിയെടുത്തതോടെ അടിയന്തര ചികിത്സ തേടിയെത്തിയവരും മറ്റു രോഗികളും ബുദ്ധിമുട്ടിലായി. 24 പാലക്കാട്. CPIക്കെതിരെ കടുത്ത പരിഹാസവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. 2 ലക്ഷം വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 5000 വോട്ടെങ്കിലും കിട്ടുന്ന എത്ര മണ്ഡലമുണ്ട് CPIക്ക് എന്നാണ്
CN മോഹനന്റെ പരിഹാസം. കോൺഗ്രസ് മുന്നണി വിട്ടുപോരാൻ ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടും എന്തേ 1 വർഷം താമസിച്ചതെന്നും മോഹനൻ പരിഹസിച്ചു. ലോകത്തെ ഏക സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണല്ലോ എന്നും പരിഹാസം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് CPI ശ്രമിക്കുന്നത്. എന്നും മുന്നണിയിൽ സമ്മർദ്ദതന്ത്രം ചെലുത്തുന്ന പാർട്ടിയാണ് CPI. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് PM ശ്രീയായിരുന്നു ഇവരുടെ വിപ്ലവായുധം. അകത്തുനിന്ന് ആക്രമിച്ച് സർക്കാരിനെ നാണം കെടുത്തിയതിന്റെ തുടർച്ച കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും CN മോഹനൻ വിമർശിച്ചു. കണ്ണൂർ ഇളയാവൂരിലെ മണ്ണിടിച്ചിലിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മണ്ണിടിയാൻ കാരണം ഡിസൈനിലെ പാളിച്ചയെന്നും 2023 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഫലപ്രദമായി ഇടപെട്ടില്ല എന്നും പിണറായി വിജയൻ വിമർശിച്ചു. വീഴ്ച പരിശോധിച്ച് കണ്ടെത്തുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകി. ഇന്നലെ പുലർച്ചെയാണ് ഇളയാവൂരിൽ ദേശീയപാതയ്ക്ക് വേണ്ടി കുന്നിടിച്ച സ്ഥലത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നത്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. പിന്നാലെ സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം ആവർത്തിച്ചു. നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തം ചുമതല വഹിച്ച ശ്രീ ഗഡ്കരി തന്നെ ഡിസൈനിൽ പിശക് പറ്റിയെന്ന് അന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. രാജ്യസഭ MP C സദാനന്ദനും സ്ഥലം സന്ദർശിച്ചു. കൃത്യമായ പരിശോധന നടത്തി വീഴ്ച വരുത്തവരെ കണ്ടെത്തണമെന്നും കരാറുകാരനാണോ NHAയ്ക്കാണോ വീഴ്ച എന്ന് പരിശോധിക്കട്ടെയെന്നും C സദാനന്ദൻ. ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ സ്ഥലത്ത് തന്നെ കുറച്ചു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും മണ്ണിന്റെ ഘടനയെ സംബന്ധിച്ചുള്ള മഴ പെയ്യുന്ന സമയത്ത് ജലനിർഗമന സംവിധാനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിർമ്മാണ കമ്പനി പ്രതിനിധികളും സ്ഥലത്തെത്തി. മണ്ണിടിച്ചിലിന് കാരണം മണ്ണുപാളി വഴുതിമാറുന്ന പ്രതിഭാസമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണ്ടെത്തൽ. 24 കണ്ണൂർ. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ അമേരിക്കയിലെ പരിപാടിക്കെതിരെ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി ഇന്ത്യ മതേതര റിപ്പബ്ലിക്കാണെന്നും ആരെയെങ്കിലും മാറ്റി നിർത്തുന്ന ആശയങ്ങളോട് തനിക്ക് കടുത്ത എതിർപ്പുണ്ടെന്നും മംദാനി RSSനെതിരെ ആഞ്ഞടിച്ചു. അതേസമയം ന്യൂയോർക്ക് മേയറുടേത് വിഭാഗീയത സൃഷ്ടിക്കുന്ന നിലപാടെന്നായിരുന്നു BJPയുടെ മറുപടി. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്പർക്ക പരിപാടിയാണ് വിവാദമായത്. പരിപാടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ ന്യൂയോർക്ക് മേയർ ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്ന നിലയിലും വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു നഗരത്തിന്റെ മേയർ എന്ന നിലയിലുമാണ് തന്റെ നിലപാടെന്ന് വ്യക്തമാക്കി. എന്നാൽ ചടങ്ങ് റദ്ദാക്കാൻ സിറ്റിയുടെ അധികാരപരിധിയിൽ സാധിക്കുമോ എന്ന് ഉറപ്പില്ലെന്നും സൊഹ്റാൻ മംദാനി പറഞ്ഞു. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ശനിയാഴ്ച നടക്കുന്ന യൂണിവേഴ്സൽ വൺനെസ്സിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തുവന്നു. ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിൽ തുടങ്ങി നിരവധി സംഘടനകൾ ന്യൂയോർക്ക് സിറ്റി ഹാളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. അതിനിടെ സൊഹ്റാൻ മംദാനിക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. RSSനെ അറിയാത്തതുകൊണ്ടാണ് വിമർശനമെന്ന് ഭോല സിംഗ് MPയും വിഭാഗീയത സൃഷ്ടിക്കുന്ന നിലപാടാണെന്ന് BJP നേതാവ് സയ്യിദ് സഫർ ഇസ്ലാമും തിരിച്ചടിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വീണ്ടും നിബന്ധന വെച്ച് ഇറാൻ. ജൂണിൽ ഒപ്പിട്ട ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇറാനുമായി ചർച്ച നടക്കുന്നില്ലെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒമാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചതായി ഇറാൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും ചേർന്ന് കപ്പൽ ഗതാഗതത്തിനായി താൽക്കാലികമായ ഒരു സംയുക്ത പാത സൃഷ്ടിക്കുന്ന വിഷയം ചർച്ച ചെയ്തതായും ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. അതിനിടെ ജലപാത തുറക്കുന്നതിന് ഇറാൻ വീണ്ടും നിബന്ധന മുന്നോട്ട് വെച്ചു. ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിച്ചാൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയുള്ളൂവെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞു. ഹോർമുസിലേക്കുള്ള പ്രവേശനപാത പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും പുറത്തു കടക്കാനുള്ള പാതയുടെ ഒരു ഭാഗം ഇറാന്റേതായിരിക്കുമെന്നും ഒമാനുമായി ധാരണയിലെത്തിയതായി ഗരീബാബാദി പറഞ്ഞു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വീണ്ടും മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. അതിനിടെ ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്ത 4 ഇന്ത്യൻ കമ്പനികൾക്കും 3 ഇന്ത്യൻ പൗരന്മാർക്കുമെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. ഇറാനെതിരെ അമേരിക്കൻ ട്രഷറി വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റിന്റെ ഭാഗമായാണ് നടപടി. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട് പുൽപ്പള്ളിയിൽ പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വെട്ടത്തൂർ ഉന്നതിയിലെ ചന്ദ്രനെയാണ് 3 ദിവസം മുൻപ് ചങ്ങാടം മറിഞ്ഞ് പുഴയിൽ കാണാതായത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ ചങ്ങാടത്തിൽ കബനി നദി മുറിച്ചു കടക്കുന്നതിനിടെ വെട്ടത്തൂർ ഉന്നതിയിലെ ശുംഭരൻ എന്ന ചന്ദ്രനെ കാണാതായത്.
ചന്ദ്രന്റെ ചങ്ങാടം മറയുന്നത് കണ്ട് ബന്ധുക്കൾ ഉടൻ തന്നെ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന മൃതദേഹം ഇന്ന് ലഭിച്ചിട്ടുണ്ട്. NDRFും ഫയർഫോഴ്സും അടക്കമുള്ള ആൾക്കാരുടെ തെരച്ചിലിന്റെ ഫലമായിട്ടാണ് കിട്ടിയത്. 4 ദിവസമായിട്ട് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാതാകുന്ന സമയത്ത് പുഴയുടെ ഒഴുക്ക് ശക്തമായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പോലീസും വനംവകുപ്പും നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും അടിയൊഴുക്ക് ശക്തമായിരുന്നതിനാൽ തിരച്ചിൽ ദുഷ്കരമാവുകയായിരുന്നു. ഇന്ന് രാവിലെയോടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തുകയായിരുന്നു. 24 വയനാട്. ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.